ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതൊരു ക്ലാസ് ഡി ബോർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമുക്കൊരു സൗണ്ട് ബാറൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്ലാസ് ഡി ബോർഡ്. ഒരു നല്ലൊരു വീട്ടിലെ സ്മാർട്ട് ടി വി അതുപോലെ ആൻഡ്രോയിഡ് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 40-42 ഇഞ്ച് ടി വി ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു നല്ലൊരു സൗണ്ട് ബാറും കൂടിയാണ്. അതുപോലെ നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഓക്സിലറി കേബിൾ നമുക്ക് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് അടിപൊളിയായിട്ട് നമുക്ക് നല്ല എഫക്റ്റിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 30+30 ആണ്. അതായത് ഡുവൽ ചാനലാണ്. വൺ സൈഡ് 30 വാട്ട്, അതർ സൈഡ് 30 വാട്ട്, അങ്ങനെ 60 വാട്ടിൻ്റെ ഏകദേശം ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് XX232 എന്ന് പറയുന്ന മോഡൽ നമ്പറാണ്. അതുപോലെ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് TPA3110 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്പാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കാണാനൊക്കെ നല്ലൊരു ഏകദേശം നല്ല റിച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു PCB ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ PCB നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസ് ആണ്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് 8 വാട്ട് മുതൽ 26 വാട്ട് വരെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനകത്ത് 12 വാട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർ സ്റ്റീരിയോയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ 12 വോൾട്ട് നമുക്കിതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാം. അതിൻ്റെ ഗ്രൗണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 12 വോൾട്ട് DC ആണ്. പിന്നെ ഇതിൻ്റെ വരുന്നത് സ്പീക്കറിൻ്റെ കണക്ഷനുകളാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ ഗ്രൗണ്ട്, ആ 3 കണക്ഷനിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് മൊഡ്യൂളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫോണാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോണിൻ്റെ ആ ഒരു ഓക്സിലറി കേബിളിൻ്റെ ആ ഒരു കണക്ഷൻ കൂടി നമുക്ക് അതിനകത്ത് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ലെഫ്റ്റ്, റൈറ്റ് സ്പീക്കറുകളുണ്ട്. അപ്പോൾ പ്ലസ് മൈനസ് നോക്കിയിട്ട് നമുക്ക് സ്പീക്കറുകൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ 30+30 വാട്ട്സിൻ്റെ ഡ്യുവൽ ചാനലാണിത്. അപ്പോൾ അതനുസരിച്ചുള്ള സ്പീക്കറുകളാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ പവർ സപ്ലൈ നമുക്ക് കൊടുക്കാം നമുക്ക്. അപ്പോൾ പവർ സപ്ലൈ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് 12 വാട്ട് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ AC നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഗുലേറ്റർ AC ഒക്കെ ഞാനിവിടെ കറക്റ്റ് അതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു DC അഡാപ്റ്റർ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ 12 വോൾട്ട് ഞാൻ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ 12 വോൾട്ടിൽ നിന്ന് ഞാൻ 5 വോൾട്ട് എടുത്തിട്ട് ഞാനിതൊരു ബ്ലൂടൂത്ത് മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാനായിട്ട് ഓക്സിലറി കേബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ AC. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ നമ്മൾ 5 വോൾട്ട് നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള 5 വോൾട്ട് എങ്ങനെയാണ് 12 വോൾട്ടിൽ നിന്ന് എടുക്കണത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ആയി പോകും. അത് കാരണം ഞാനത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് കാണുക. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാനിവിടെ പവറാണ് കൊടുക്കുന്നത്. 12 വോൾട്ട് DC ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പോസിറ്റീവ് വയർ ഞാൻ ഇതിൻ്റെ VCC എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ബോർഡിലെ ആ ഭാഗത്ത് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് നമ്മൾ ഗ്രൗണ്ടിൻ്റെ ആ ഒരു പോയിന്റിലും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 വയറുകളാണ് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുന്നത്. 5 വാട്ട് നമ്മൾ റെഗുലേറ്റർ AC എന്ന് വരുന്ന പ്ലസ് മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വഴിയാണ് നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഓഡിയോ സോഴ്സ് ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്സിലറി കേബിൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ വഴി നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു 5 വോൾട്ടിൻ്റെ പ്ലസ് മൈനസും ബ്ലൂടൂത്തിലേക്കുള്ളത് ഞാനിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബ്ലൂടൂത്തിൽ നിന്ന് വരുന്ന ഇതിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് അത് നമുക്ക് ബോർഡിലേക്ക് നമുക്ക് ഇൻപുട്ടായിട്ട് നമുക്ക് കണക്ഷൻ നമുക്ക് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ലെഫ്റ്റിലേക്കും അതുപോലെ റൈറ്റ് സൈഡ് അതുപോലെ ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള റൈറ്റ് സൈഡിലേക്കും അതിൻ്റെ ഗ്രൗണ്ട് ആ സെൻറ്റർ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയി.
അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഞാനിവിടെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു സ്പീക്കറും ഒരു ട്യൂട്ടറും കണക്ട് ചെയ്തിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ohmsൻ്റെ 20 watts സ്പീക്കറാണ്. അപ്പോൾ ഞാനിത് ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് കണക്ഷൻ കൊടുക്കുന്നത്, റൈറ്റ് സൈഡിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. നമ്മൾ സൗണ്ട് ബാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കണം നമുക്ക് പവർ കൊടുത്തിട്ട്. അപ്പോൾ ഞാനത് 12 volt DC ആണ് എനിക്ക് കണക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് പവർ കൊടുക്കാം നമുക്ക്. പവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോർഡിൽ സൗണ്ട് കൂട്ടുമ്പോഴായാലും കുറയ്ക്കുമ്പോഴായാലും നോയ്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്റ്റർബൻസോ ഡിസ്റ്റോർഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു ക്ലാസ് ഡി ബോർഡ് നമ്മൾ വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു സൗണ്ട് ബാർ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ, ബൈ.